ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ കോഴി ഈ തണുപ്പ് കാലത്തും മഞ്ഞ് കാലത്തും മഴക്കാലത്തും കോഴികളെ എങ്ങനെ സൂക്ഷിക്കണമെന്നും കോഴിക്കൂട് എങ്ങനെ സംരക്ഷിക്കണമെന്നും വേനൽക്കാലത്ത് കോഴിക്ക് കൊടുക്കേണ്ട തീറ്റ, ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ കോഴിക്ക് കൊടുക്കേണ്ട തീറ്റയെക്കുറിച്ചും അതുപോലെ മുട്ട എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ കോഴിക്കൂടാണ് ഇത്. എൻ്റെ കൊണ്ടോ കോഴിക്കൂട് കർട്ടൻ സാരി കൊണ്ട് കർട്ടൻ മറച്ചേക്കണതാണ്. ചുറ്റും ഇതുപോലെ തന്നെ മറച്ചിട്ടുണ്ട്. എൻ്റെ നെറ്റിൻ്റെ കൂടാണ്. കണ്ടോ, ഒരിടത്തും തണുപ്പ് കയറാത്ത രീതിയിൽ ചുറ്റും മറച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് കണ്ടോ, കമ്പ് നട്ടിട്ടുണ്ട്. കാരണം കോഴി നെറ്റിൻ്റെ പുറത്ത് താഴെ നിൽക്കാൻ ഇടയാകാതെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോല് കണ്ടോ, കൂടിൻ്റെ കോല് നാട്ടിയിട്ടുണ്ട്. ഈ അടയ്ക്കാമരത്തിൻ്റെ കൊമ്പില്ലേ, അതാണ് ഞാൻ നാട്ടിയിരിക്കുന്നത്. അപ്പോൾ കോഴികളെല്ലാം മഴക്കാലത്ത് നെറ്റിൻ്റെ പുറത്ത് നിൽക്കാതെ കൊണ്ട് അകത്തെ ഈ കമ്പിൻ്റെ പുറത്ത് കയറിയിരിക്കും. അപ്പോൾ അവരുടെ കാലിന് തണുപ്പടിക്കുകയില്ല. അവർക്ക് എപ്പോഴും ഒന്ന് കമ്പേ കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ കോഴികളെ. അപ്പോൾ അതുകൊണ്ട് ചുറ്റും മറയിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഡിസംബർ മാസം മുതൽ ആ മഞ്ഞ് തീരുന്നത് വരെയും രാത്രി കർട്ടൻ ഇങ്ങനെ ഇടണം, താത്തി ഇടണം. പകൽ കർട്ടൻ പൊക്കി വയ്ക്കാം. കർട്ടൻ പൊക്കി വയ്ക്കുക. അവർക്ക് എയർ കയറി ഇറങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പകൽ കർട്ടൻ പൊക്കി വയ്ക്കുക, രാത്രി കർട്ടൻ താത്തിയിടുക. ഒരു കാരണവശാലും തണുപ്പ് അകത്ത് കിടക്കാതെ കൊണ്ട് സൂക്ഷിക്കുക. കോഴികൾക്ക് ഒരു കഫക്കെട്ടോ ഒരു പനിയോ തൂക്കലോ ഒന്നും ഉണ്ടാകുകയില്ല. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പലരും പറയാറുണ്ട്, ഈ തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ കോഴി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഞാൻ ബൾക്കായിട്ട് കോഴീനെ വളർത്തണതാണ്. ഇപ്പോൾ കുട്ടിക്കോഴിയില്ല കേട്ടോ. ഞാൻ കോഴീനെ കംപ്ലീറ്റ് കാലിയാക്കിയതാണ്. കൂടിൻ്റെ അടുത്തട്ട് ചില കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കോഴീനെ ബൾക്കായിട്ട് ഉണ്ടായിരുന്ന മുഴുവൻ ഒഴിവാക്കിയതാണ്. പക്ഷേ എൻ്റെ കോഴി കാലാവസ്ഥയെ ബാധിച്ച് ഒരു കോഴിയും നഷ്ടപ്പെട്ടു പോകാറില്ല. ഞാൻ കൃത്യമായിട്ട് ഇത് പാലിക്കും. മഴക്കാലത്തും ചെയ്യും. ഈ ഡിസംബർ മാസത്തിലെ മഞ്ഞ് തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ കെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് തന്നെ ആവർത്തിക്കുക. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് തോട്ടപ്പയറെന്ന് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ചെറിയ ഇലയല്ലേ, ഇതിൻ്റെ ചെറിയ ഇല. ഇതിൽപ്പെട്ടത് തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ ഇലയുടെ വട്ടം കണ്ടോ, ഇതാണ് ഇതിൻ്റെ വട്ടം. ഇതാണ് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായ ഇല. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇത് ചെറിയ ഇല, ഇത് ഇച്ചിരി മുഴുത്ത ഇലയാണെങ്കിൽ തന്നെ അതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇതാണ്. പിന്നെ കോഴിക്ക് കൊടുക്കാൻ മേലാത്ത ഇത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഷേപ്പ്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഉണ്ടോ, ഈ പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ കണ്ടമാനം ആർത്ത് കയറി. ഇത് കൊടുക്കാൻ കൊള്ളില്ലാത്തതാണ്. ഇത് കണ്ടമാനം കാട് പോലെ കയറും. ഇതാണ് വിഷപ്പച്ച എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് ഭയങ്കര വിഷമുള്ള സാധനമാണ്. ഇത് ആടോ കന്നാലികളോ ഒക്കെ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷം. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പടയിഞ്ചേനെ പോലത്തെ ഉള്ള ഒരു തരം മുള്ളുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ കയ്യെ കൊണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു കുഞ്ഞു തരി പോലെയുള്ള മുള്ള് കണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര വിഷമാണ്. ഇത് മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ ആർത്ത് കയറും. ഇതിപ്പോൾ വേനലായാലും ഇപ്പോൾ ഉണങ്ങി നിൽക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതുപോലെ പറയുന്ന ഞാൻ രണ്ടാമത് കാണിച്ചതിനകത്തുനിന്ന് ഈ വെയിലത്തായാരണം വീഡിയോ ഞാൻ പിടിച്ചത് ക്ലിയർ ആയില്ല. തിരിച്ചു വന്നപ്പോഴാണ് അതിൻ്റെ അകത്ത് എൻ്റെ വോയിസ് വന്നില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ആ കാട് പോലെ ഇരിക്കുന്ന ഇലയുടെ പ്രത്യേകത, അതിൻ്റെ ഇലയ്ക്ക് നല്ല വലുപ്പം ഉണ്ടാകും. ആ ഇലയ്ക്ക് നീളവും ഉണ്ടാകും. അതിൻ്റെ ഇല ഈ നടുക്കുള്ള നമ്മുടെ ഈ മനസ്സിലാകുമല്ലോ, ഒരു തരം ഈ ഞരമ്പ് പോലത്തെയുള്ള ഇതില്ലേ, വരയില്ലേ, അത് നീളമുള്ളതായിരിക്കും. ഇലയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാകും. അത് നന്നായിട്ട് കാട് പോലെയാണ് പറമ്പിലുണ്ടാവുകയുള്ളൂ. അത് കോഴിക്ക് കൊടുക്കാൻ കൊള്ളിയല കേട്ടോ, അത് കൊടുക്കരുത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച വട്ടത്തിലുള്ള ഇല എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാടാകുന്നതല്ല.
അത് സത്യം പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കോഴികളുള്ള വീടുകളിൽ കുറച്ച് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. കോഴിക്കും താറാവിനും കൊടുക്കാൻ നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് തന്നെയല്ല, ഈ വേനൽക്കാലത്ത് കോഴികൾക്ക് കൂട്ടിൽ അഴിച്ചുവിടുവാണെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് നനഞ്ഞ മണ്ണ് കൊടുക്കാമെങ്കിൽ അവർക്ക് കുളിക്കാൻ നല്ല സൗകര്യമായിരിക്കും. നനഞ്ഞ മണ്ണിൽ കുളിക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ കുറച്ച് ചൂട് പോകാനും വളരെ പ്രയോജനപ്പെടും. തന്നെയല്ല, കുറച്ച് വാഴപ്പിണ്ടിയൊക്കെ നമുക്ക് കൂട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ വളരെ അസ്വസ്ഥതപ്പെടുമല്ലോ കൂട്ടിൽ കിടക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് വാഴപ്പിണ്ടി കൂട്ടിലകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണ്ട. ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒറ്റ കൊത്തിൽ ചെന്നില്ലെങ്കിൽ അത് കൂടിൻ്റെ അടിയിലേക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു മുഴുത്ത കഷ്ണമായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാമെങ്കിൽ അവരത് നന്നായിട്ട് തന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് തിന്നോളും. അപ്പോൾ അവിടെ ആ ശരീരത്തിൻ്റെ ചൂട് ഉണ്ടാകാതെ പ്രയോജനപ്പെടും. ഇത്രയും ചെയ്താൽ മതി. വേനലോ മഞ്ഞോ ഒന്നും ബാധിക്കുകയില്ല. വേനലാണ്, എത്ര കഠിനപ്പെട്ട വേനലാണേലും നമുക്ക് തന്നെയല്ല, കൂടിന് ചുറ്റും മരങ്ങളില്ല എങ്കിൽ ഈ റൂഫ് വർക്ക് ചെയ്ത കൂടാണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഓലയോ ചപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറയിട്ട് കൊടുക്കുന്നതും, ഇടയ്ക്ക് ആ ഷീറ്റൊന്ന് ഉച്ച സമയത്ത് ചെന്ന് ആ ഷീറ്റൊന്ന് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നതും വളരെ പ്രയോജനമാണ്. കഴിഞ്ഞ വർഷം ഭയങ്കര കഠിനമായിരുന്നില്ലേ ചൂട്? ആ സമയത്ത് എൻ്റെ കൂടിൻ്റെ ചുറ്റും മരങ്ങളില്ലായിരുന്നു. കാരണം ഒരു റബ്ബർ പറമ്പായിരുന്നു. ആ റബ്ബറെല്ലാം മറച്ചു കഴിഞ്ഞപ്പോൾ കൂടിന് നല്ലോണം ചൂടേക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ഒരു കോഴി പോലും നഷ്ടപ്പെട്ടില്ല. വിജനമായ സ്ഥലത്തായിരുന്നു എൻ്റെ കൂടെന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കഠിനമായി ചൂടേക്കുന്ന സ്ഥലമായിരുന്നു. എന്നിട്ട് എൻ്റെ ഒരു കോഴിക്കും ഒരു കേടും സംഭവിച്ചില്ല. കാരണം ഞാൻ ഇതുപോലെ ഓല ഇടുമായിരുന്നു, കൂടിൻ്റെ പുറത്ത് ഓല ഇടുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ റൂഫ് വർക്കൊന്ന് നനച്ചു കൊടുക്കുമായിരുന്നു, ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും കോഴിക്കൊന്നും ഒരുപാട് അസ്വസ്ഥത അനുഭവിച്ചില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കർട്ടൻ നേരം പൊക്കി വയ്ക്കും. പകൽ സമയമല്ലേ, കർട്ടൻ പൊക്കി വയ്ക്കും. രാത്രിയിൽ അവർക്ക് കർട്ടൻ താത്തിയിടുകയും ചെയ്യും. അപ്പോൾ തണുപ്പ് പറ്റില്ല. അതുകൊണ്ട് ഒരു ദോഷം വരികയില്ല. നമ്മളിങ്ങനെ കെയർ ചെയ്താൽ മതി. ആരുടെയും ഒരു കോഴിക്കും ഒരു ദോഷം വരികയില്ല.